എമ്മാനുവേൽ ക്രിസ്മസ് ഒരുക്ക ധ്യാനം 23 ദിവസം ഡിസംബർ 23. യേശുവിനെ പ്രഘോഷിക്കുന്നവരായി മാറിയാൽ മാത്രമേ ക്രിസ്മസ് ആഘോഷം അർത്ഥപൂർണമാകൂ. ഇന്നത്തെ ധ്യാന വിഷയം ഇതായിരിക്കട്ടെ. മാനവരക്ഷകനായ യേശുവിൻ്റെ ജനനവാർത്ത സ്വർഗം നേരിട്ടറിയിച്ചത് ഒരേ ഒരു കൂട്ടരെയാണ്, ആട്ടിടയന്മാരെ. ബെത്ലഹേം പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരെ. ദൈവത്തിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിന് നിർണായക ശുശ്രൂഷ ചെയ്തവരിൽ സുപ്രധാന വ്യക്തികളായി അവർ മാറി. ലൂക്കാ സുവിശേഷം തരുന്ന വിവരണം ഇപ്രകാരമാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ആ പ്രദേശത്തെ വയലുകളിൽ തങ്ങളുടെ ആടുകൾക്ക് രാത്രി കാവലിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവർക്ക് ചുറ്റും പ്രകാശിച്ചു. അവർ അത്യധികം ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും ഉണ്ടാകാനുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു, ഇന്ന് ദാവീദിൻ്റെ നഗരത്തിൽ ജനിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഇടയന്മാരെ ഇത്ര വലിയ ദൗത്യത്തിനായി ദൈവം തിരഞ്ഞെടുത്തത്? തുടർന്നുള്ള വിചിന്തനത്തിൽ അവർ ഈ വാർത്തയോട് എങ്ങനെ പ്രതികരിച്ചു എന്ന് വിശദമാക്കുന്നതിലൂടെ ഇതിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കും. ദൈവദൂതൻ അറിയിച്ച കാര്യത്തിനുള്ള തെളിവായി നൽകപ്പെട്ട അടയാളം ലൂക്കാ 2:12 രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കുള്ള അടയാളം ഇതാണ്, പിള്ളക്കച്ച പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ലോകത്തിൻ്റെ രക്ഷകൻ പുൽത്തൊട്ടിയിൽ പിറന്നിരിക്കുന്നു എന്ന ദൈവദൂതൻ്റെ വാക്കുകൾ തീർത്തും അവിശ്വസനീയമല്ലേ? കർത്താവായ ക്രിസ്തു എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് യഹൂദരുടെ പ്രതീക്ഷാ വിഷയമായ ദൈവമായ മിശിഹ എന്നാണ്. ദൈവമായ മിശിഹ പിള്ളക്കച്ച പൊതിഞ്ഞ ഒരു ശിശുവായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത എങ്ങനെ വിശ്വസിക്കും? എന്നാൽ ആട്ടിടയന്മാരുടെ പ്രതികരണം തികച്ചും വിസ്മയാവഹമായിരുന്നു. ലൂക്കാ 2:15-16. ദൈവദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബെത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ തിടുക്കപ്പെട്ടുപോയി മറിയത്തിനെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടത്തിയ ശിശുവിനെയും കണ്ടെത്തി. ദിവ്യശിശുവിനെ കണ്ടെത്തി എന്ന പ്രസ്താവന അതീവം പ്രധാനമാണ്. അവർ രക്ഷ കണ്ടെത്തി എന്നാണ് അതിനർത്ഥം. യേശുവിനെ ഒരു നോക്ക് കണ്ടതോടെ അത് അവർക്ക് രക്ഷയായി മാറി. രക്ഷകനെ ആറ്റുനോറ്റ് കാത്തിരുന്ന ശമയോൻ യേശു ജനിച്ചതിൻ്റെ 40-ാം നാൾ ജെറൂസലേം ദേവാലയത്തിൽ വെച്ച് അവിടുത്തെ കണ്ടുമുട്ടിയ അനുഭവത്തിന് സമാനമായിരുന്നു ആട്ടിടയന്മാർക്കുണ്ടായ അനുഭവം. ശമയോന്റെ ദിവ്യാനുഭവം സുവിശേഷം വിവരിക്കുന്നത് ഇപ്രകാരമാണ്. അപ്പോൾ ശമയോൻ അവനെ കൈകളിൽ സ്വീകരിച്ച് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ നിന്റെ ദാസനെ നിന്റെ വാക്കനുസരിച്ച് സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനത്തിൻ്റെയും മുൻപിൽ നീ ഒരുക്കിയിട്ടുള്ള നിന്റെ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടല്ലോ. ശമയോൻ ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ലൂക്കാ 2:26 അത് കാണുന്നത്. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നത് വരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. ശമയോൻ നീതിമാനും ഭക്തനുമായിരുന്നെന്നും അതോടൊപ്പം ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനായിരുന്നെന്നും ലൂക്കാ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഈശോയാണ് ഇസ്രായേലിൻ്റെ ആശ്വാസം.
നീതിയുള്ളതും ഭക്തി നിറഞ്ഞതുമായ ശിമെയോന്റെ ജീവിതത്തിന് അവനെ രക്ഷിക്കാനാവില്ല എന്ന ബോധ്യമാണ് യേശുവിന് വേണ്ടി പ്രതീക്ഷിക്കാനും കണ്ടെത്തിയപ്പോൾ ഇനി മരിച്ചാൽ മതി എന്ന് ഉദ്ഗീരണം ചെയ്യാനും കാരണം. ആട്ടിടയന്മാരുടെ ഈശോയെ കണ്ട രക്ഷാനുഭവം അതിശക്തമായിരുന്നു. അത് അവരെ വ്യത്യസ്തരാക്കി മാറ്റി. ആടുകളുടെ കാര്യം പാടേ മറന്നു. ജീവസന്ധാരണ മാർഗം തന്നെ വിസ്മൃതിയിലായി. ഗലീലി കടൽ തീരത്ത് വെച്ച് യേശു അത്ഭുതം പ്രവർത്തിച്ച് 2 വഞ്ചി നിറയെ മത്സ്യം നൽകിയപ്പോൾ പത്രോസും അന്ത്രയോസും കണ്ടത് മത്സ്യത്തെയല്ല, യേശുവിനെ മാത്രം. അതുകൊണ്ട് ആ മത്സ്യം ഉപേക്ഷിച്ച് യേശുവിൻ്റെ പുറകെ അവർ പോയി. ഇതുപോലെ തന്നെയാണ് ആട്ടിടയന്മാർ പ്രവർത്തിച്ചത്. ലൂക്കാ 2:17 കണ്ടു കഴിഞ്ഞപ്പോൾ ശിശുവിനെപ്പറ്റി തങ്ങളോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അവർ മറ്റുള്ളവരെ അറിയിച്ചു. എന്താണ് അവർ മറ്റുള്ളവരെ അറിയിച്ചത്? ലൂക്കാ 2:10-11 ഇതാ സകല ജനത്തിനും ഉണ്ടാകാനുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ സ്ഥിതി യേശു വരുന്നതിന് മുമ്പ് എന്തായിരുന്നുവെന്ന് മത്തായി 4:16 സൂചനയുണ്ട്. അന്ധകാരത്തിലിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ നാട്ടിലും നിഴലിലും ആയിരുന്നവർക്കായി പ്രകാശം ഉദയം ചെയ്തു. ബൈബിളിൽ അന്ധകാരം പാപത്തെയാണ് സൂചിപ്പിക്കുന്നത്, മരണം പാപത്തിൻ്റെ വേദനവും. അതിനാൽ അന്ധകാരത്തിലിരുന്നവർക്കായി, മരണത്തിൻ്റെ നിഴലിലിരുന്നവർക്കായി പ്രകാശോദയം ചെയ്തു എന്നതിനർത്ഥം യേശുവിൻ്റെ വരവ് ലോകത്തെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു എന്നാണ്. ചുരുക്കത്തിൽ ആട്ടിടയന്മാർ പ്രഘോഷിച്ചത് യേശുവിലൂടെ ലഭിക്കുന്ന രക്ഷയാണ്, പാപത്തിൽ നിന്നും അതിൻ്റെ നാശഫലങ്ങളിൽ നിന്നുമുള്ള രക്ഷ. യേശുവിന് മുൻപുള്ള ലോകത്തിൻ്റെ സ്ഥിതി വ്യക്തമാക്കാൻ ബൈബിൾ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗം അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെയായിരുന്നുവെന്നാണ്. അതിനാൽ ബെത്ലഹേമിലെ ഇടയന്മാർ എന്താണ് വിളിച്ചു പറഞ്ഞത്? ഇടയനില്ലാത്ത ആടുകളെപ്പോലെയുള്ളവരെ, നിങ്ങൾക്ക് യഥാർത്ഥ ഇടയനെ ലഭിച്ചിരിക്കുന്നു. ആടുകൾക്ക് വേണ്ടി ജീവൻ ബലികഴിക്കാൻ സന്നദ്ധതയുള്ള ഒരിടയനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ. എത്ര വിസ്മയകരമാണ് രക്ഷയുടെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ പ്രഘോഷകരായി ഈ ആട്ടിടയന്മാർ തീർന്നു എന്നത്. സുവിശേഷത്തിൻ്റെ സാരാംശം തന്നെ അവർ പ്രഘോഷിച്ചു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അവരുടെ വാക്കുകൾ കാതലായ പരിവർത്തനമാണ് കേട്ടവരിലെല്ലാം ഉളവാക്കിയത്. ലൂക്കാ 2:18 അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞതിനെപ്പറ്റി അത്ഭുതപ്പെട്ടു. അത്ഭുതപ്പെട്ടു എന്ന ക്രിയാപദത്തിന് ബൈബിളിൽ ആഴമേറിയ അർത്ഥമാണുള്ളത്. അത്ഭുതം എന്ന നാമത്തിന് ബൈബിളിൽ പകരമുള്ള നാമമാണ് അടയാളം. സമവീക്ഷണ സുവിശേഷകന്മാർ അത്ഭുതമെന്ന് വിശേഷിപ്പിക്കുന്നവയെ 4-ാം സുവിശേഷകൻ അടയാളമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അടയാളം വിശ്വാസത്തിലേക്കുള്ള ആദ്യ പടിയാണെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്രകാരമാണ്: ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്നത് നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞതിനെപ്പറ്റി അത്ഭുതപ്പെട്ടു. ലൂക്കാ 2:18 എന്നത് തരുന്ന സൂചന എന്തായിരിക്കും? ഇടയന്മാരെ ശ്രവിച്ചവരെല്ലാം യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വന്നുവെന്നും അതുവഴി അവർ രക്ഷ അഥവാ നിത്യജീവൻ പ്രാപിച്ചു എന്നുമാണ്. 4 സുപ്രധാന കാര്യങ്ങളാണ് ഈ ഇടയന്മാർ ചെയ്തത്. 1. ദൈവദൂതനിൽ നിന്ന് കേട്ട അവിശ്വസനീയമായ ദൂത് സംശയരഹിതമായി അവർ വിശ്വസിച്ചു. 2. അത് നേരിട്ടറിയാൻ വേണ്ടി ശരിക്കും റിസ്ക് എടുത്തു. വയൽപ്രദേശം പട്ടണത്തിന്
വെളിയിലാണ്. ബെത്ലഹേം പട്ടണം വരെ പാതിരാത്രി ഓടി. തന്നെയുമല്ല, 100 കണക്കിന് ആടുകളുടെ ജീവൻ പണയപ്പെടുത്തിയായിരുന്നു അവരുടെ ഈ യാത്ര. 3 രക്ഷകനെ കൺകുളിർക്കെ കണ്ട് സായുജ്യമടഞ്ഞു. 4 മറ്റുള്ളവരോട് ധൈര്യപൂർവ്വം രക്ഷകനെപ്പറ്റി പ്രസംഗിച്ചു. മനുഷ്യരക്ഷാകർമ്മം ആരംഭിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാന വാർത്ത അറിയിക്കാൻ ബേത്ലഹേം ആട്ടിടയരെ എന്തുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായല്ലോ. യഥാർത്ഥ വിശ്വാസത്തോടെയായിരുന്നു അവർ പ്രതികരിച്ചത്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 143 ഖണ്ഡികയിൽ പഠിപ്പിക്കുകയാണ്, സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ തൻ്റെ അസ്തിത്വം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പ്രത്യുത്തരം നൽകുന്നു. വെളിപാടിൻ്റെ കർത്താവിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരത്തെ വിശ്വാസത്തിൻ്റെ അനുസരണമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്നത്. അത് ഈ ആട്ടിടയന്മാർ തങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തപ്പെട്ട രക്ഷാകര സത്യത്തിന് മുമ്പിൽ വിശ്വാസത്തിൻ്റെ അനുസരണം നൽകി പ്രത്യുത്തരിച്ചു. പിന്നീട് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന വേറൊരു കാര്യം, യേശുവിനെ യഥാർത്ഥത്തിൽ കണ്ടെത്തിയവരെല്ലാം ഇപ്രകാരം തന്നെ പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. അന്ത്രയോസ് യേശുവിനെ ആദ്യം കണ്ടു. അവൻ ഉടനെ എന്ന് പത്രോസിനോട്, സഹോദരനോടത് പറഞ്ഞു. പീലിപ്പോസ് യേശുവിനെ കണ്ടെത്തി. പീലിപ്പോസ് ഉടൻ തന്നെ നത്താനയേലിനെ വിവരം അറിയിച്ചു. മഗ്ദലന മേരി ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടു. അവൾ ഓടി ഉടൻ തന്നെ പത്രോസിനെ, യോഹന്നാനെ വിവരം അറിയിച്ചു. സമരിയാക്കാരി യാക്കോബിനെ കിണർക്കരയിൽ വെച്ച് യേശുവിനെ കണ്ടെത്തി. ഉടൻ തന്നെ അവൾ പട്ടണത്തിലേക്ക് പോയി സമരിയ പട്ടണത്തിലുള്ള മുഴുവൻ പേരെയും യേശുവിനെ പറ്റി അറിയിച്ചു. പിന്നീട് പൗലോസ് അപ്പോസ്തലൻ യേശുവിനെ അത്ഭുതകരമായി കണ്ടുമുട്ടി. അദ്ദേഹം തൻ്റെ ജീവിതകാലം മുഴുവനും ലോകം മുഴുവനും കർത്താവിനെ പ്രഘോഷിക്കാൻ തുടങ്ങി. ഇനിയുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഊഴമാണ്. യേശുവിനെ ഇന്നേ വരെ അറിയാത്ത, കണ്ടെത്തിയിട്ടില്ലാത്ത ജനകോടികൾ തന്നെ ലോകത്തിലുണ്ട്. അവർക്കതിനുള്ള അവസരമുണ്ടായിട്ടില്ല. അതാണ് പ്രധാന കാരണം. എന്നാൽ യേശുവിനെ എത്രയോ കാലങ്ങളായി നമ്മൾ അറിയുന്നു. എന്നിട്ട് എത്ര പേരോട് ആത്മാർത്ഥമായി കർത്താവിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നാം പറയാതിരുന്നത് മൂലം എണ്ണമറ്റവരല്ലേ രക്ഷ കണ്ടെത്താതെ പോയിരിക്കുന്നത്. സുവിശേഷങ്ങളിൽ ബെത്ലഹേം ഇടയന്മാർ പ്രമുഖ സ്ഥാനം പിടിച്ചത് അറിഞ്ഞ യേശുവിനെ പങ്കുവച്ചതുകൊണ്ടാണ്. ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടാകണമെങ്കിൽ നാമും യേശുവിനെ പ്രഘോഷിക്കണം. മത്തായിയുടെ സുവിശേഷം 10:32 ഈശോ തന്നെ പറയുന്നു അക്കാര്യം. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മറ്റുള്ളവരോട് യേശുവിനെ ഏറ്റു പറയാൻ ലജ്ജിച്ചാലോ? അതിനുള്ള ഉത്തരവും വചനത്തിലുണ്ട്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ, അതായത് ഏറ്റു പറയാൻ ലജ്ജിക്കുന്നവനെ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ വെച്ച് ഞാനും തള്ളിപ്പറയും. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ രക്ഷയ്ക്ക്, അവിടുത്തെ പ്രഘോഷിക്കുകയും വേണം. ഇതാണ് ബെത്ലഹേമിലെ ഇടയന്മാർ നിർവഹിച്ചത്. പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളോടെ ഈ ചിന്ത ഉപസംഹരിക്കുകയാണ് റോമാലേഖനം 10:9. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതി.